സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 40-ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള വെന്നിയൂരിലെ സഫ കാർ ഷോറൂമിലാണ് ഉള്ളത്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു 15 വണ്ടികളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്താൻ പറ്റൂല, വീഡിയോ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ഇതിന് ശേഷം സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടായിട്ട് 2 വീഡിയോ കൂടി ഇതിൻ്റെ ഈ ഷോറൂമിലെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യം എർട്ടികയിൽ തുടങ്ങാം അല്ലേ? എർട്ടിക നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാണ്? 2016 മോഡലാണ്. വീഡിയോ ഓപ്ഷൻ വരുന്നത് അല്ലേ? ഡീസൽ വണ്ടി അല്ലേ? ഇത് എത്ര ഓട്ടോ ഉണ്ട്? 90 ഓടിക്കുന്നത്. 90,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണറാ? ഓണർ മൂന്നാമത്തെ ഓണറാണ്. 2016 മോഡല്. പിന്നെ ഡീസൽ വണ്ടിയാണ് ഇത്. ഓപ്ഷൻ വീഡിയോ അല്ലേ? വീഡിയോ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സർവീസ് എല്ലാം അങ്ങനെ കമ്പനി തന്നെയാ? പകുതി കമ്പനിയാണ്. ഫുൾ സർവീസ് ആണ്. ഇന്ത്യയിലൊക്കെ എങ്ങനെ അടിപൊളിയാ? ഈ സീറ്റ് കവറൊക്കെ പുതിയതാണോ? അല്ല, അത് കുഴപ്പമില്ല. പിന്നെ എത്ര വണ്ടിക്ക് ചോദിക്കുന്ന എത്ര വില? 650 ചോദിക്കുന്നത് അല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. എത്ര ലോൺ കിട്ടും? ഒരു 6 ലക്ഷം റുപ്യൊക്കെ കയറും അല്ലേ? അപ്പൊ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? വണ്ടി ഇറക്കാം. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പക്കാണല്ലേ? തട്ടുമുട്ട് പരിക്ക് എന്തെങ്കിലും ചെറിയ റീപെയിന്റ് ഒക്കെ കയറിയിട്ടുണ്ടാവല്ലോ? ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? അത്യാവശ്യം 4 ടയറും ഒരു 80-85% 4 ടയറും കാണുന്നുണ്ട്. അപ്പോൾ 2016 മോഡൽ എർട്ടിക ഡീസൽ വണ്ടി VDI ആണ്. ഇതിന് ചോദിക്കുന്ന വില 650 ചോദിക്കുന്നത്. എന്തെങ്കിലും വില കുറച്ച് തരും, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇതിന് മാക്സിമം 6 ലക്ഷം രൂപ വരെ ഫിനാൻസും കയറുന്നുണ്ട്. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ എർട്ടിക സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി വാഗനർ ആണ്. മഴ ആയതുകൊണ്ട് ശരിക്കും കാണിക്കാൻ പറ്റില്ല കേട്ടോ. മഴയാണ്, നല്ല മഴയാണ് പുറത്ത്. പിന്നെ 2023 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ZXi. വെറും 4,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടയർ 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഒരു ടയർ ഇതിൽ കമ്പനി വന്ന് അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ വേറെ അപാകതകളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലീൻ ആണ്. ബോഡി നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു പുത്തൻ വണ്ടീൻ്റെ ഒരു ഭംഗി തന്നെ കാണാനുണ്ട്. അപ്പോൾ ഇതിന് എത്രടാ ചോദിക്കുന്നത്? ഇത് 675 ചോദിക്കുന്നത് അല്ലേ? വില എന്തെങ്കിലും കുറയോ? വില എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അല്ലേ? അപ്പൊ ഇതിന് മാക്സിമം എത്ര ലോൺ എത്ര കിട്ടും? മാക്സിമം ഒരു 6.25. നല്ല പ്രൊഫൈലാണ്. അപ്പൊ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 6.25 ലോണും കിട്ടും. ഇതിന് ഒരു മാക്സിമം ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി വിറ്റേര ബ്രസ ആണ്. ബ്രസ ഇത് എത്ര മോഡലാടാ? 2016 മോഡൽ അല്ലേ? ഏത് ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ അല്ല? ഏറ്റവും ടോപ്പ് അല്ലേ? ZDI പ്ലസ് ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ഡീസൽ വണ്ടി. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. എന്താ സംഭവിച്ചത്? അത്യാവശ്യം ടയറൊക്കെ അത്യാവശ്യം പിന്നെ ഒരു 80% ടയറൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ടോ? അത് കമ്പനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ കമ്പനിയിൽ വരുന്ന ടച്ച് സ്ക്രീൻ ഉണ്ട്. പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റ് കവർ കമ്പനിയിൽ നിന്ന് വന്നാൽ അത് തന്നെയാ? മാറിക്കണോ? അതന്നല്ലേ? ഇതിന് എത്രയാണ് ചോദിക്കണ വില? ഇത് 650. 650 2016 മോഡല് 650 ചോദിക്കുന്നത്. ഇത് ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 6 രൂപ ലോൺ കിട്ടും അല്ലേ? അപ്പോൾ 2016 മോഡല് വിറ്റേര ബ്രസ. ഓപ്ഷൻ വരുന്നത് ZDI പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഏറ്റവും ടോപ്പാണ്. ഇതിന് ചോദിക്കുന്നത് 650 ചോദ്യം. അപ്പോൾ വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വെച്ച് തരും. ഫിക്സ് റേറ്റ് ഒന്നല്ല. പിന്നെ മാക്സിമം ലോൺ 6 ലക്ഷം രൂപ ലോൺ കയറും. അപ്പോൾ എന്തായാലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ആണ്. നമുക്ക് അടുത്തതായിട്ട് ഹോണ്ട സിറ്റി. ഇത് പെട്രോൾ വണ്ടിയല്ലോ? പെട്രോൾ വണ്ടിയാണ്. ഇത് എത്ര മോഡലാണ്? 2008 അല്ലേ? ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ പുതിയ എടുത്തിട്ടേ ഉള്ളൂ അല്ലേ? 2028 വരെ ഉണ്ടാവും അല്ലേ? അല്ല 27 അങ്ങനെ എന്താ? ഓക്കെ. അത് പിന്നെ ഇത് എത്ര ഓട്ടോ ഉണ്ട് വണ്ടി?
ഇത് ഒന്നിന്റെ അടുത്ത് ഓടിക്കും 96 ആ 96,000 കിലോമീറ്റർ ഓടിക്കണം. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. എന്തെങ്കിലും അപാധകൾ? വണ്ടി കാണാൻ നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല, ബോഡി സ്ക്രാച്ച് ഒന്നുമില്ല. എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റി ജസ്റ്റ് കയറിയിട്ടുണ്ടാവും അല്ലേ? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, ഓണർഷിപ്പ് സിംഗിൾ ആണ്. അപ്പോൾ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ ടച്ച് സ്ക്രീനാ? അതൊക്കെ കമ്പനി വരുന്നത്. ഇതിന് ലോൺ കിട്ടൂടാ? 2008 ലോൺ കിട്ടൂല അല്ലേ? 2008 ലോൺ എന്തായാലും കിട്ടൂല. പിന്നെ സേർട്ടി ലോണൊക്കെ കിട്ടായിരിക്കും അല്ലേ? സേർട്ടി ലോൺ കിട്ടായിരിക്കും. പിന്നെ എത്ര നിങ്ങൾ ചോദിക്കുന്ന എത്ര? ഇത് 2.5 ആണ്. 2.50 ചോദിക്കുന്നത്. 2008 മോഡൽ ഹോണ്ട സിറ്റി പെട്രോൾ വണ്ടിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. ഇനി ചോദിക്കുന്നത് 2.50 ചോദിക്കുന്നത്. വില കുറച്ച് തരില്ലേ? കുറച്ച് കൊടുക്കൂലേ? കസ്റ്റമർ വരികയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരും. പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി പിന്നെ സിയാസ് ആണ്, മാരുതിയുടെ സിയാസ് ഡീസലാ. അപ്പോൾ മാരുതിയുടെ സിയാസ് നോക്കുന്നവർക്ക് നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടി, നല്ല നീറ്റാണ് കാണാൻ, ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് എത്രടാ മോഡല്? 2018 മോഡൽ അല്ല? ഇത് ഓപ്ഷൻ ഏത്? ഓപ്ഷൻ വീഡിയോ ഓപ്ഷൻ അല്ല? ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രാമത്തെ ഓണർ? സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? 2018 മോഡല് വീഡിയോ ഡീസൽ വണ്ടി. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് 8 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ലോൺ എത്ര കയറും? ഇതൊരു മാക്സിമം ഒരു ഏറിയ. അപ്പൊ 8 രൂപയാണ് ചോദിക്കണത് അല്ലേ? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഏകദേശം ഒരു എത്ര കയറും? എത്രയാണ്? 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ 7 ലക്ഷം രൂപ ലോൺ ഫിനാൻസ് കയറും എന്നാണ് പറയുന്നത്. അപ്പൊ 2018 മോഡല് മാരുതിയുടെ സിയാസ് വീഡിയോ ഓപ്ഷന് ചോദിക്കുന്ന വില 8 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ ലോണും കയറും. അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, അപകടമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വണ്ടി ബലോന നോക്കാം. ഇത് ഡീസലാ പെട്രോളാടാ? ഇത് ഡീസൽ വണ്ടി അല്ലേ? ഏത് ഓപ്ഷൻ? ഡെൽറ്റ ആണ്. ഡെൽറ്റ ടോപ്പ് ഓപ്ഷനാ അല്ല മിഡിലാണ് അല്ലേ? പിന്നെ ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ. ഇന്ത്യയിലൊക്കെ എങ്ങനെ? അടിപൊളിയാ, വെക്കാണല്ലേ? പിന്നെ ഇതിനെത്ര ചോദിക്കുന്നത്? ഇത് 7 ലക്ഷം രൂപ ചോദിക്കുന്നത്. എത്ര നിങ്ങൾ മോഡൽ പറഞ്ഞാൽ? 2019 അല്ലേ? 2019 ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് 7 ലക്ഷം രൂപയാണ്. ഇത് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 6.5 രൂപ ഫിനാൻസും കയറും. 10,75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാം. അപ്പോൾ 2019 മോഡല് ബലോനോ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഏതാണ്? ഇറ്റിയോസ് ലിവ. ഇതെത്ര മോഡലാ? 2013 മോഡൽ. ഓക്കെ. ഇത് ഓപ്ഷൻ ഏത്? GD അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് എന്തെങ്കിലും തട്ടുമുട്ടൊന്നും ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ഷോറൂമിൽ നിന്നാണ് മാറ്റിക്കുന്നത്. എന്ത് ആക്സിഡന്റ് ഒന്നും അല്ലല്ലോ? എന്തെങ്കിലും കല്ലാമറ്റ അടിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. വേറെ ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടി തന്നെയല്ലേ ഇത്? സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 87,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. പിന്നെ 4 ടയറും പുതിയ തന്നെയാണ്. ടയറിന്റെ ഒന്നും നോക്കാനില്ല. ഇന്ത്യയിലൊക്കെ എങ്ങനെ? അടിപൊളിയാ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ സാധാ സ്റ്റീരിയോ ആണ് വരുന്നത്. പിന്നെ എയർ ബാഗ് വരുന്നുണ്ടാവും അല്ലെ? സിംഗിൾ ഉണ്ടാ വരുന്ന? അതറിയില്ല. ഓക്കെ, അത് വിട്. പിന്നെ സീറ്റ് കവറൊക്കെ ഉണ്ട്, വൃത്തിയുള്ള ഇന്റീരിയറാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇത് 4.25 ചോദിക്കുന്നത്. 4.75 ചോദ്യം. എത്ര ലോണ്? ഒരു 3,000 രൂപ ലോണും കിട്ടും. അപ്പോ 2013 മോഡൽ ഒറിജിനൽ കേരള ഇറ്റിയോസ് ലിവക്ക് ചോദിക്കുന്ന വില 4,70,75,000 രൂപയാണ് ചോദ്യം. വിലയിൽ നിന്ന് കുറച്ച് കൊടുക്കൂലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് ഒന്നല്ലല്ലോ, ഫിക്സ് റേറ്റ് അല്ലല്ലോ. എന്തെങ്കിലും വില കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും, ഫിക്സ് റേറ്റ് ഒന്നല്ല. അപ്പോ ഇതിന് എത്ര ലോൺ കിട്ടും എന്ന് പറഞ്ഞത്? 3 ലക്ഷം രൂപ ലോണും കിട്ടും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. വീഡിയോന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഏതാണ്? ഇത് ആൾട്ടോ എത്ര മോഡലാ? 2022 അല്ലേ? പുത്തൻ വണ്ടിയല്ലോ. ഇത് എത്ര ഓട്ടോ ഉള്ള? ഇത് 12,000 ഓടിയിട്ടുള്ളൂ. LXI ആണോ? LXI ആണ് അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ലല്ലേ? ഇതും 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ അല്ലേ വരുന്നത്? നമ്പർ കുഴപ്പമൊന്നുമില്ല. 5822 ആണ് ഇല്ലേ? പിന്നെ വേറെ ഇന്ത്യയിലൊക്കെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അതിൽ സ്റ്റീരിയോ വരുന്നില്ലല്ലോ? ഓക്കെ. പിന്നെ സീറ്റ് കവർ കമ്പനി സീറ്റ് കവർ അല്ല?
ഓക്കെ, അപ്പോ ടയർ കമ്പനി എന്ന് വന്ന അതേ ടയറാണ്. Tyre ആണ്. 12,000 കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ. അപ്പോ ഇത് ഇപ്പൊ നിലവില് സിംഗിൾ ആർ സി തന്നെ ഉള്ളത്. സിംഗിൾ ആർ സി ആണ്. 12,000 കിലോമീറ്റർ ഓടി വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് 4,15. 4,15 4,15 ചോദ്യം അല്ലേ. ഇത് ലോൺ എത്ര കിട്ടും? ഒരു 4 റുപ്യേന്റെ അടുത്ത് കിട്ടും. 4 റുപ്യേന്റെ അടുത്ത് കിട്ടും. 4 രൂപ ലോണും കിട്ടും അല്ലേ. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ 4 രൂപ ലോണും കിട്ടും. ആ, അപ്പോ 2022 മോഡൽ ആൾട്ടോ LXi ആണ്. വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഒരു അപാധകളും ഇല്ല, നല്ല പക്ക ക്ലിയർ ആണ്. പിന്നെ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 4,15,000 രൂപ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വില കുറച്ച് തരും. കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കും. പിന്നെ ഇതിന് മാക്സിമം 4 ലക്ഷം രൂപ ലോണും കിട്ടും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഇത് എത്രയുടെ മോഡല്? ഇത് 2022 ആണ്. 2022 തന്നെ. ഇത് എത്ര കിലോമീറ്റർ? ഇത് 7,000. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ VXi ആണ്. ഓ, VXi ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ VXiൽ എയർ ബാഗ് ഉണ്ട്. പിന്നെ റീപ്ലേസ് തട്ട് മുട്ട് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇല്ലല്ലേ. ഇത് സിംഗിൾ ആർ സിയിലല്ലോ. സിംഗിൾ ആർ സി അല്ലേ. പിന്നെ ടയർക്ക് കമ്പനി എന്ന് വന്നത് ടയർ തന്നെ. പിന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് ഇതില്. ഇത് VXi ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇത് പവർ വിൻഡോ വരുന്നത് 4 വരുന്നുണ്ടോ? 2 അല്ലേ. ഓക്കെ, അപ്പൊ 2 ഡോർ പവർ വിൻഡോ ആണ്. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് 4,400. 4,400 രൂപ ചോദിക്കുന്നത്. ഇത് വില കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലും ചെയ്തു തരും. അപ്പൊ ലോൺ എത്ര കിട്ടും? ലോണ് ഒരു 4 റുപ്യേന്റെ മേലെ. 4 രൂപ മേലെ ലോൺ കിട്ടും അല്ലേ. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 4 രൂപയിൽ മേലെ കിട്ടും. അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഏതാണ്? അടുത്തത് 2020 മോഡല് VXi പ്ലസ്. ഓക്കെ, ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഇത് 66. 66 അല്ലേ. ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓഹോ, അപ്പോ പിന്നെ 2020 മോഡൽ എക്സ്പ്രസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത്. VXi ഫുൾ ഓപ്ഷൻ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല, വേറെ അപകടങ്ങളൊന്നും ഇല്ല. എത്ര ഓട്ടം പറഞ്ഞത്? 66,000 കിലോമീറ്റർ ഓടി. ടയറൊക്കെ ഒരു 50-60% ടയർ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ എങ്ങനെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്? അതിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ വേറെ എന്ത് വരുന്നത്? ആ, ഓക്കെ. ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന് എത്ര വില ചോദിക്കുന്നത്? ഇത് 4,85. 4,85 ചോദിക്കുന്നത് അല്ലേ. വില കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് തരും. അപ്പൊ ഇനി ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 4 റുപ്യ. 4 രൂപ ലോൺ കിട്ടും അല്ലേ. ഒരു 10-80 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ 2020 മോഡല് എക്സ്പ്രസോ ഓട്ടോമാറ്റിക് VXi പ്ലസ് ഫുൾ ഓപ്ഷൻ. ഇതിന് ചോദിക്കുന്നത് 4,85 ആണ്. വില കുറച്ച് തരും. അപ്പോൾ